Marhaban, ahlan wa sahlan ila qanati al-Ustad. Dear friends, welcome to Ustad YouTube channel. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 10ാം ക്ലാസ്സിലെ 1ാം യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററിലെ വർക്കുകളെ കുറിച്ചാണ്. ആ വർക്കുകളിലെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ബാക്കിയുള്ള ചില വർക്കുകൾ കൂടിയുണ്ട്. അവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നുലാഹിലു ജദ്വൽ അത്ത്-തഖ്സി വനക്തുബു തഖ്സ ഖറിയതിനാ ഫിൽ ഉസ്ബുഇൽ മാളി. നുലാഹിലു നമുക്ക് ശ്രദ്ധിക്കാം. ലെറ്റസ് ഒബ്സർവ്. ജദ്വൽ ടേബിൾ പട്ടിക. അത്തഖ്സി കാലാവസ്ഥാ പട്ടിക. ഒബ്സർവ് ദ വെദർ ടേബിൾ. ഇത് ഇവിടെ നമ്മൾ കാണുന്നത് കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന പട്ടികയാണ്, വെദർ ടേബിളാണ്. ആൻഡ് നക്തുബു നമുക്കെഴുതാം. ലെറ്റസ് റൈറ്റ്. ത്വഖ്സ് വെദർ അഥവാ കാലാവസ്ഥ. ഖറിയത്തിന നമ്മുടെ ഗ്രാമത്തിൻ്റെ. ലെറ്റസ് റൈറ്റ് ദ വെദർ ഓഫ് അവർ വില്ലേജ്. ഫിൽ ഉസ്ബുഇ ആഴ്ചയിലെ, അൽ മാലി കഴിഞ്ഞ, ലാസ്റ്റ് വീക്കിലെ അഥവാ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഗ്രാമത്തിൻ്റെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഈ പട്ടികയിൽ എഴുതാം. നോക്കൂ, നിങ്ങൾ ഇവിടെ കാണുന്നത് ഈ ഭാഗത്ത് കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ കണ്ടല്ലോ നിങ്ങൾ. അത്തഖ്സു ത്വഖ്സ് അഥവാ വെദർ കാലാവസ്ഥ. പലതരത്തിലുള്ള കാലാവസ്ഥകൾ നമ്മളെ നാട്ടിൽ ഓരോ ദിവസവും ഉണ്ടാവാറുണ്ട്. നല്ല മഴയുള്ള ദിവസം, നല്ല വെയിലുള്ള ദിവസം, അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന കുറേ സിംബൽസ് ആണ് ഇവിടെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ബാരിദുൻ. ബാരിദ് എന്നാൽ കോൾഡ്, തണുപ്പുള്ള കാലാവസ്ഥ. അതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ഇത്. ദാഫി. ദാഫി എന്നാൽ വാം. വാം എന്നാൽ ചൂടുള്ള, എന്ന് പറഞ്ഞാൽ അധികം ചൂടില്ല, ഒരു മിതമായ ചൂടുള്ള കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ദാഫി. അതിൻ്റെ മുകളിൽ കൊടുത്ത ചിത്രം കണ്ടില്ലേ നിങ്ങൾ. ഹാറുൻ അഥവാ ഹോട്ട്. ഹാർ എന്നാൽ ഹോട്ട് എന്നാണ്, അഥവാ നല്ല ചൂടുള്ള ദിവസത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ചിഹ്നം. അതിന് ഹാറുൻ എന്നാണ് പറയാം. പിന്നെ അതിന് താഴെ നോക്കൂ, മഴ പെയ്യുന്ന ഒരു ചിത്രം കണ്ടു. അതിന് മുംതിറുൻ. മുംതിർ റെയിനി അഥവാ മഴ പെയ്യുന്ന, നല്ല മഴ പെയ്യാൻ സാധ്യതയുള്ളതാണ്, അല്ലെങ്കിൽ മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥയാണ് മുംതിർ. ആസ്വിഫ്. ആസ്വിഫ് എന്നാൽ വിൻഡി അഥവാ കാറ്റടിക്കുന്ന, നല്ല കാറ്റടിക്കാൻ സാധ്യതയുള്ള കാലാവസ്ഥ, അതാണ് ആസ്വിഫ്. മുസല്ലജുൻ സ്നോയി അഥവാ മഞ്ഞ് പെയ്യുന്ന കാലാവസ്ഥ, മുസല്ലജ്. മുഷമ്മസുൻ നല്ല വെയിലുള്ള, സണ്ണി ആയിട്ടുള്ള ദിവസം. ലബാബി. ലബാബി എന്നാൽ എന്താ? ലബാബിയുൻ ഫോഗി അഥവാ മൂടൽ മഞ്ഞുള്ള കാലാവസ്ഥയാണ് ലബാബി. റായിമുൻ. റായിമുൻ എന്നാൽ ക്ലൗഡി. ക്ലൗഡി എന്നാൽ നല്ല മേഘാവൃതമായ ദിവസം, ആകാശത്ത് നല്ല മേഘമുള്ള ദിവസം, അതാണ് റായിം. ഇംഗ്ലീഷിൽ അതിന് ക്ലൗഡി എന്ന് പറയും. അപ്പോൾ ഇത് ഓരോ ദിവസം ഉണ്ടാകാവുന്ന കാലാവസ്ഥയുടെ ഓരോരോ രൂപങ്ങളാണ്. അപ്പോൾ നമ്മളെ ഗ്രാമത്തിൽ കഴിഞ്ഞ ആഴ്ച ഏത് കാലാവസ്ഥയായിരുന്നു ഓരോ ദിവസവും എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ കാലാവസ്ഥയെക്കുറിച്ച് എഴുതിയ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ഈ കോളത്തിൽ ഡേറ്റ് എഴുതുക, പിന്നെ യൗമുൽ അഹദിലെ അഹദ് ഏത് ദിവസമാണ് എന്ന് എഴുതുക, എന്നിട്ട് മൂന്നാമത്തെ കോളത്തിൽ അത്തഖ്സു കാലാവസ്ഥ, അന്നത്തെ കാലാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് എഴുതുക. അങ്ങനെ 7 ദിവസത്തെ കാലാവസ്ഥകൾ, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ എന്തായിരുന്നു എന്ന് നിരീക്ഷിച്ചിട്ട് എഴുതുകയാണ് വേണ്ടത്. ഇത് വളരെ സിമ്പിളായൊരു കാര്യമല്ലേ? ആണല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത വർക്ക് നോക്കാം. ഇനി നോക്കൂ, അടുത്ത വർക്ക്. നുലാഹിലു സൂറത വനുഇദ്ദു തഅലീഖൻ മുനാസിബൻ ലഹ. നുലാഹിലു ഒബ്സർവ്. ലെറ്റസ് ഒബ്സർവ് നമുക്ക് നിരീക്ഷിക്കാം. അസ്സൂറത ഈ ചിത്രം. ലെറ്റസ് ഒബ്സർവ് ദ പിക്ചർ ഈ ചിത്രം നമുക്ക് നിരീക്ഷിക്കാം. ആൻഡ് നുഇദ്ദു നമുക്ക് തയ്യാറാക്കാം. ലെറ്റസ് പ്രിപ്പയർ. തഅലീഖൻ. തഅലീഖ് എന്നാൽ അടിക്കുറിപ്പ്, എ കമൻറ്റ്. മുനാസിബൻ യോജിച്ച, എ സ്യൂട്ടബിൾ കമൻറ്റ്, ഇതിന് യോജിച്ച ഒരു
അടിക്കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. മുനാസിബൻ ലഹ എന്ന് പറഞ്ഞാൽ അതിന്, എബൌട്ട് ഇറ്റ്, ഇതിന് യോജിച്ച ഒരു അടിക്കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് പ്രിപ്പയർ എ സ്യൂട്ടബിൾ കമൻറ്റ് എബൌട്ട് ഇറ്റ്. അപ്പോൾ ഇതൊരു ചെറിയ കുട്ടിയാണ് അല്ലെ, ഒരു പട്ടിക്കുഞ്ഞിനെ രക്ഷിക്കുന്ന ചിത്രമാണ് ഇവിടെ ഉള്ളത്. ഒരു മോഡൽ ഞാൻ എഴുതി കാണിച്ചു തരാം. ഖൽബുഹു കബീറുൻ, ഖൽബുഹു കബീറുൻ റഗ്മ അന്നഹു സ്വഗീറുൻ. ഖൽബുഹു അവൻ്റെ ഹൃദയം, അവൻ്റെ ഹൃദയം കബീറുൻ വലുതാണ്, റഗ്മ അന്നഹു അവനാണെങ്കിലും, സ്വഗീറുൻ ചെറിയവൻ, അവൻ ചെറിയവനാണെങ്കിലും അവൻ്റെ ഹൃദയം വലുതാണ്. ഖൽബുഹു ഹിസ് ഹാർട്ട്, കബീറുൻ ഈസ് ബിഗ് അവൻ്റെ ഹൃദയം വലുതാണ്. റഗ്മ അന്നഹു ഈവൻ ദോ ആണെങ്കിലും, അന്നഹു സ്വഗീറുൻ, ഹു എന്ന് പറഞ്ഞാൽ അവൻ, സ്വഗീറുൻ ചെറിയവൻ, അവൻ ചെറിയവനാണെങ്കിലും. റഗ്മ അന്നഹു സ്വഗീറുൻ ഈവൻ ദോ ഹി ഈസ് സ്മാൾ, അവൻ ചെറിയവനാണെങ്കിലും അവൻ്റെ ഹൃദയം വലുതാണ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ഒരു അടിക്കുറിപ്പ് തയ്യാറാക്കി നോക്കൂ ഇതിനെക്കുറിച്ച്. ഇനി നമുക്ക് അടുത്ത വർക്ക് നോക്കാം. ഇവിടെ നോക്കൂ, നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ കാണുന്നത്? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ എന്തെങ്കിലും മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാകും അല്ലേ? ഇതൊരു ഗൂഗിൾ ഫോമാണ്. ഇവിടെ ഈ ഏറ്റവും മുകളിൽ docs.google.com ഫോംസ് എന്നൊക്കെ കണ്ടില്ലേ? അപ്പോൾ അതൊക്കെ കണ്ടാലും അല്ലാതെ തന്നെ ഇതിൻ്റെ ഒരു രൂപം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഗൂഗിൾ ഫോമാണ്. ഗൂഗിൾ ഫോം പൂരിപ്പിക്കാറുണ്ടല്ലോ അല്ലേ? പല ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ ഗൂഗിൾ ഫോമാണ് ഉണ്ടാവാറുള്ളത്. നമ്മുടെ ഫോണിൽ നമ്മൾ പൂരിപ്പിക്കുന്നു അല്ലേ, സബ്മിറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് പല അപേക്ഷകളും നമ്മൾ കൊടുക്കാറുള്ളതും, അങ്ങനെ പലതും. അപ്പോൾ ആ ഗൂഗിൾ ഫോം അറബിയിലാണെങ്കിൽ എങ്ങനെയാണ് നമ്മളത് പൂരിപ്പിക്കുക? അതാണ് അടുത്ത വർക്കിൽ നമ്മൾ പഠിക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്, നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് വലുതാക്കാം. എന്നാൽ നമുക്ക് ഈ എഴുതിയതൊക്കെ വലുതാക്കി കാണാൻ കഴിയും. നമുക്കൊന്ന് വലുതാക്കി നോക്കാം. അപ്പോൾ വലുതാക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. യുവസ്സിഉൽ മജ്ലിസുൽ ഖറവിയ്യു അൽ മുസാഅദതൽ മാലിയ ലിതർമീമിൽ ബുയൂത്ത് നുഅബ്ബിഉ അൽ ഇസ്തിമാറത്തൽ ഇലക്ട്രോണിയ. യുവസ്സിഉ വിതരണം ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട്സ്. അൽ മജ്ലിസുൽ ഖറവിയ്യു ഗ്രാമപഞ്ചായത്ത്. മജ്ലിസുൽ ഖറവി എന്നാൽ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് വിതരണം ചെയ്യുന്നു. അൽ മുസാഅദത്തൽ മാലിയ, മുസാഅദ സഹായം, എയ്ഡ്. അൽ മാലിയ സാമ്പത്തികമായ സഹായം, ഫിനാൻഷ്യൽ എയ്ഡ്. ദ ഗ്രാമപഞ്ചായത്ത് ഡിസ്ട്രിബ്യൂട്ട്സ് ഫിനാൻഷ്യൽ എയ്ഡ്. ഗ്രാമപഞ്ചായത്ത് സഹായം നൽകും, സാമ്പത്തിക സഹായം നൽകുന്നു. എന്തിനാണ്? ലിതർമീം, റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി. ലിതർമീം റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി. അൽ ബുയൂത്ത് വീടുകൾ, ഫോർ ഹൗസ് റിപ്പയർ. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് കേടുവന്ന വീടുകളൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് പണം വിതരണം ചെയ്യുന്നുണ്ട്, സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഗിൾ ഫോമാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നുഅബ്ബിഉ നമുക്ക് പൂരിപ്പിക്കാം. ലെറ്റ് us fill out, നമുക്ക് പൂരിപ്പിക്കാം. അൽ ഇസ്തിമാറ, ഇസ്തിമാറ എന്നാൽ ഫോം, ഫോം. അൽ ഇലക്ട്രോണിയ ഇലക്ട്രോണിക്, ഇലക്ട്രോണിക് ഫോം നമുക്ക് പൂരിപ്പിക്കാം. ഗൂഗിൾ ഫോം എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും സാധാരണ ശരിക്ക് ഗൂഗിൾ ഫോം എന്നത് ഒരു ശരിയായ പ്രയോഗമല്ല. ഗൂഗിൾ എന്നത് ഒരു കമ്പനിയുടെ പേരല്ലേ, ആണല്ലോ. അപ്പോൾ ശരിക്കും അതിന് പറയേണ്ടത് ഇലക്ട്രോണിക് ഫോം എന്നാണ്. അഥവാ നമ്മൾ പേപ്പറിലൊക്കെ ആണ് ആദ്യം ഈ അപേക്ഷാ ഫോമുകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ പേപ്പറിന് പകരം മൊബൈലിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇലക്ട്രോണിക് ഫോമുകളായിരിക്കുന്നു. അപ്പോൾ ഇലക്ട്രോണിക് ഫോം എന്നതാണ് ശരിയായ പ്രയോഗം. നമ്മൾ ഗൂഗിളാണ് അത് ഏറ്റവും ആദ്യം ഇറക്കിയെന്നുള്ളത് കൊണ്ട് ഗൂഗിൾ ഫോം എന്ന് പറഞ്ഞ് ശീലിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഏതായിരുന്നാലും അതിനു വേണ്ടി ഈ ഇലക്ട്രോണിക് ഫോം പൂരിപ്പിക്കുക. നോക്കൂ നിങ്ങൾ എന്തെല്ലാമാണ് ഇതിൽ പൂരിപ്പിക്കാനുള്ളത് എന്ന്. ഇവിടെ നിങ്ങൾ ഇതാണ് ശരിക്കുള്ള ഗൂഗിൾ ഫോം അല്ലേ? അതിൽ കാണാം മാലൂമാത്തുൽ മുഖദ്ദിമി, മാലൂമാത്തുൽ മുഖദ്ദിമി. അതേ കാര്യം തന്നെ ഇവിടെ വലുതാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗം നോക്കാം.
മഅലൂമാത്തുൽ മുഖദ്ദിമി, മഅലൂമാത്ത് വിവരങ്ങൾ, ഇൻഫർമേഷൻസ്, മഅലൂമാത്ത് ഇൻഫർമേഷൻ. ആരെക്കുറിച്ചുള്ള വിവരങ്ങളാ? അൽ മുഖദ്ദിമി ആപ്ലിക്കൻറ്റിൻ്റെ, അഥവാ ഈ അപേക്ഷ തരുന്ന ആളെ കുറിച്ചുള്ള വിവരങ്ങളാണ് താഴെ കൊടുക്കുന്നത്. മഅലൂമാത്തുൽ മുഖദ്ദിമി എന്ന് പറഞ്ഞാൽ ആപ്ലിക്കൻറ്റ് ഇൻഫർമേഷൻ, ഇൻഫർമേഷൻസ് എബൌട്ട് ആപ്ലിക്കൻറ്റ്, അഥവാ അപേക്ഷകനെ കുറിച്ചുള്ള വിവരങ്ങളാണ്, അയാളെക്കുറിച്ചുള്ള കാര്യം. എന്താ ആദ്യം കൊടുക്കേണ്ടത്? അൽ ഇസ്മു, പേര്, അയാളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യണം. രണ്ടാമത്തത് അൽ ഉംറു, വയസ്സ്, അയാൾക്ക് എത്ര വയസ്സായിട്ടുണ്ട്, അയാളുടെ ഏജ് എത്രയാണ് എന്ന് ഇവിടെ പൂരിപ്പിക്കുക. അൽ ഉൻവാൻ, അഡ്രസ്, അയാളുടെ വീടിൻ്റെ അഡ്രസ്സ് ഇവിടെ എഴുതുക. റഖമു ബിത്താഖത്തിൽ ഹുവിയ, റഖം നമ്പർ, ബിത്താഖത്തിൽ ഹുവിയ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ നമ്പർ. ബിത്താഖത്തുൽ ഹുവിയ എന്നാൽ ഐഡൻറ്റിറ്റി കാർഡാണ്. നമ്മളിവിടെ അത് ഐഡൻറ്റിറ്റി കാർഡിൽ അതല്ലേ ഏറ്റവും നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആധാർ. ആ ആധാറിൻ്റെ നമ്പറാണ് അല്ലേ റഖം. റഖം എന്ന് ആദ്യം കൊടുത്തില്ലേ, നമ്പർ. ബിത്താഖത്തുൽ ഹുവിയ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ നമ്പർ ഇവിടെ എഴുതുക. റഖമുൽ ഹാത്തിഫി, റഖം എന്നാൽ നമ്പർ, അൽ ഹാത്തിഫി ഫോൺ നമ്പർ, ഫോൺ നമ്പർ ഇവിടെ പൂരിപ്പിക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ പൂരിപ്പിച്ചത് അപേക്ഷ കൊടുക്കുന്ന ആളുടെ വിവരങ്ങളാണ്, അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ, അയാളുടെ പേരെന്ത്, അയാളുടെ അഡ്രസ്സ് എന്ത്, അയാളുടെ ഫോൺ നമ്പർ എന്ത്, ഈ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. പൊളിഞ്ഞ വീട് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായമാണല്ലോ കൊടുക്കുന്നത്. ഇനി ആ വീടിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. മഅലൂമാത്ത് എന്നാൽ ഇൻഫർമേഷൻസ് അഥവാ വിവരങ്ങൾ. അനിൽ ബൈത്തി വീടിനെ കുറിച്ചുള്ള, അൽ മഫ്കൂദ് ഡാമേജായ കേടുവന്ന വീടിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇനി പൂരിപ്പിക്കേണ്ടത്. റഖമുൽ ബൈത്തി, റഖം എന്ന് പറഞ്ഞാൽ നമ്പർ, അൽ ബൈത്തി വീടിൻ്റെ നമ്പർ, ഹൗസ് നമ്പർ. ഓരോ വീടിനും പഞ്ചായത്ത് വന്നിട്ട് ഓരോ നമ്പർ ഇടുമല്ലോ, ആ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. നൗഉ സഖ്ഫി, നൗഉ ഇനം, ടൈപ്പ്. അസഖ്ഫി അതിൻ്റെ റൂഫിൻ്റെ മേൽക്കൂരയുടെ ടൈപ്പ്. മേൽക്കൂര എന്ന് പറഞ്ഞാൽ ചിലത് ഓല മേഞ്ഞതായിരിക്കാം, ചിലത് ഓട് മേഞ്ഞതായിരിക്കും, ചിലത് കോൺക്രീറ്റ് ആയിരിക്കും അല്ലേ, അതാണ് ചോദിക്കുന്നത്. അവിടെ താഴെ കണ്ടില്ല നിങ്ങൾ, ഖർസാന അഥവാ കോൺക്രീറ്റ്. ഖർസാന എന്നാൽ കോൺക്രീറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു അല്ലേ ഇത് സെലക്ട് ചെയ്യാണ് വേണ്ടത്. ബലാത്ത് എന്നാൽ ടൈൽസ് അഥവാ ഓടാണെങ്കിൽ ഇവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നൗഉൻ ആഖർ, നൗ എന്ന് പറഞ്ഞാൽ ടൈപ്പ്, ഇനം. ആഖർ എന്ന് പറഞ്ഞാൽ വേറെ ഇനം ആണെങ്കിൽ ഇവിടെയാണ്, അഥവാ കോൺക്രീറ്റും അല്ല ഓടും അല്ല, പിന്നെ വേറെന്തോ ഓല മേഞ്ഞതോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഹാലത്തുൽ ബൈത്തി വീടിൻ്റെ അവസ്ഥ, ഹാല് അവസ്ഥ, കണ്ടീഷൻ. അൽ ബൈത്തി വീടിൻ്റെ കണ്ടീഷൻ എന്താ, അതിൻ്റെ അവസ്ഥ എന്താ, അത് പൂർണ്ണമായി തകർന്നിട്ടുണ്ടോ ഇല്ലേ, ഇനി കുറച്ചേ തകർന്നിട്ടുള്ളൂ, ആ വിവരങ്ങളാണ്. അതിനനുസരിച്ചാണല്ലോ സാമ്പത്തിക സഹായം കൊടുക്കേണ്ടത് നന്നാക്കാൻ. മുദമ്മറുൻ കാമിലൻ, മുദമ്മർ ഡിസ്ട്രോയിഡ് തകർന്നു അല്ലെങ്കിൽ ഡാമേജ്ഡ്, കാമിലൻ പരിപൂർണമായി തകർന്നത്, കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് പരിപൂർണമായിട്ടും തകർക്കപ്പെട്ടത് അല്ലെങ്കിൽ തകർന്നത്. അങ്ങനെ ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യണം. മുദമ്മർ ജുസ്ഇയൻ, മുദമ്മർ എന്നാൽ ഡിസ്ട്രോയിഡ് തകർന്നത്, ജുസ്ഇയൻ പാർശ്വലി അഥവാ കുറച്ച് ഭാഗികമായിട്ട് കേടുവന്നതാണെങ്കിൽ മുദമ്മർ ജുസ്ഇയൻ എന്നതിൻ്റെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി തൗഖീഉൽ മുഖദ്ദിമി, സിഗ്നേച്ചർ ഒപ്പ്. അൽ മുഖദ്ദിമി എന്നാൽ ആപ്ലിക്കൻറ്റിൻ്റെ അഥവാ ഇത് അപേക്ഷ കൊടുക്കുന്ന ആളുടെ ഒപ്പ്. സാധാരണ അങ്ങനെ ഒപ്പ് ഉണ്ടാവാറില്ല. ഏതായാലും ഇവിടെ ഒപ്പ് ചോദിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളുടെ ഒപ്പ് അവിടെ ചേർക്കണം എന്ന് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ ഗൂഗിൾ ഫോമിൽ ഒപ്പ് ചോദിക്കാറില്ല. അപ്പോൾ ആപ്ലിക്കൻ സിഗ്നേച്ചർ, തൗഖീ എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചറാണ്. പിന്നെ നോക്കൂ നിങ്ങൾ, അൽ മക്കാൻ സ്ഥലം, അയാളുടെ സ്ഥലം ഏതാണ് അത് ഇവിടെ പൂരിപ്പിക്കണം. താരീഖ് ഡേറ്റ്,
അത് അപേക്ഷ കൊടുക്കുന്ന ഡേറ്റാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഗൂഗിൾ ഫോം പൂരിപ്പിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, നമ്മളൊക്കെ സ്ഥിരമായി ഗൂഗിൾ ഫോമൊക്കെ പൂരിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ പാഠം, രണ്ടാമത്തെ പാഠം, യൂണിറ്റ് 1-ലെ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.